സ്ക്രബ്ബർ ഉണ്ടോ, നെറ്റുണ്ടോ, പിന്നെ ഇതിലേക്ക് എന്തൊക്കെ വേണം എന്ന് ചോദിച്ചാൽ കയ്യും കാലും ഒന്നും കളയണ്ട, എല്ലാം ഉപകാരപ്പെടുന്നു. ഇറ്റ്സ് മീ സുകന്യ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആര്യാസ് വേൾഡ്. വീട്ടിലുണ്ടാകുന്ന കുറച്ച് റോ മെറ്റീരിയൽ ഉപയോഗിച്ച് എങ്ങനെ ഹെയർ ആക്സസറീസ് ഉണ്ടാക്കാം എന്നാണ് കാണാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ഈ ഒരു നെറ്റാണ് എടുത്തിട്ടുള്ളത്. ഇത് എങ്ങനെ കിട്ടുമെന്ന് ചോദിച്ചാൽ ഈ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങുമ്പോഴും കുട്ടിയൊക്കെ കളിപ്പാട്ടം വാങ്ങുമ്പോഴൊക്കെ അതിൻ്റെ കൂടെ കിട്ടാറുണ്ടല്ലോ. ഈ ഒരു നെറ്റ് നമ്മുടെ കയ്യിൽ കിട്ടിയാലും നമുക്കിതും കൊണ്ട് യാതൊരു യൂസൊന്നുമില്ല, നമ്മൾ അത് വലിച്ചെറിയുക മാത്രമേ ചെയ്യാറുള്ളൂ. ഇതിനു മുമ്പ് എനിക്കിതുപോലത്തെ ഒരു നെറ്റ് കിട്ടിയപ്പോൾ ഞാൻ അതുകൊണ്ടൊരു ബോ ഉണ്ടാക്കി നോക്കിയായിരുന്നു. എന്തെങ്കിലും ഒരു പരീക്ഷണം നമ്മൾ നടത്തി കഴിഞ്ഞാൽ അത് വിജയിച്ചാൽ നമ്മളത് വീണ്ടും വീണ്ടും പരീക്ഷിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും ഒരു നെറ്റ് കിട്ടിയപ്പോൾ ഞാനത് ഹെഡ് ബാൻഡിൽ പരീക്ഷിക്കുക എന്ന് വിചാരിച്ചത്. ഫസ്റ്റ് തന്നെ പ്ലെയിൻ ആയിട്ടൊരു ഹെഡ് ബാൻഡ് എടുത്തിട്ടുണ്ട്. ഈ കാണുന്ന ഹെഡ് ബാൻഡ് പുതിയതൊന്നല്ല, വാങ്ങിയപ്പോൾ പുതിയതായിരുന്നു. ഇപ്പം അതിൻ്റെ മുത്തൊക്കെ പറഞ്ഞു പോയിട്ട് മൂലക്കെട്ടിരിക്കുന്ന സാധനം. ഇതുപോലത്തെ ഒരു ഹെയർ ബാൻഡ് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ എടുത്തിട്ട് വേഗം വായോ. നമ്മൾ നേരത്തെ കാണിച്ച നെറ്റ് കൊണ്ട് ഇപ്പം തന്നെ അടിപൊളിയാക്കിയേക്കാം. പിന്നെ ഈ ഒരു ഹെഡ് ബാൻഡ് ഉണ്ടാക്കാൻ വേണ്ടി അധികം മെറ്റീരിയൽസിൻ്റെ ആവശ്യങ്ങളൊന്നുമില്ല. പിന്നെ ഇതിലേക്ക് എന്തൊക്കെ വേണം എന്ന് ചോദിച്ചാൽ ആദ്യം നമ്മൾ കാണിച്ച നെറ്റ്, രണ്ടാമത് ഈ ഒരു ഹെഡ് ബാൻഡിൻ്റെ ബേസ്, മൂന്നാമത്തത് ഈ ഒരു ഗമ്മ്, നാലാമത്തത് കുറച്ച് ഹാഫ് ബീഡ്സ്. അത്രയേ വേണ്ടൂ. അങ്ങനെ മെറ്റീരിയൽസ് ഒക്കെ എടുത്തു വെച്ച സ്ഥിതിക്ക് നമുക്ക് പണിയിലേക്ക് കടക്കാം. ഹെഡ് ബാൻഡിൻ്റെ ബേസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ പശ B7000 അപ്ലൈ ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഈ കാണുന്ന പോലെ ചുറ്റി ചുറ്റി കൊടുക്കുക. അതായത് നമ്മൾ പ്ലെയിൻ ഹെയർ ബാൻഡ് വാങ്ങിയിട്ട് അതിൽ സാറ്റേൺ ചുറ്റുമല്ലോ, അതുപോലെ ഈ ഒരു നെറ്റും ചുറ്റി കൊടുക്കുക. ചുറ്റി കൊടുക്കുന്ന സമയത്ത് നല്ലോണം വലിച്ചു പിടിച്ചിട്ട് വേണം ചുറ്റാൻ. അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് മുഴച്ചിരിക്കും, ഒരു സ്ഥലത്ത് താന്നിരിക്കും. അങ്ങനെയാകുമ്പോൾ വൃത്തികേടാവും കാണാൻ. അപ്പോൾ ചുറ്റി കൊടുക്കുമ്പോൾ നല്ലോണം വലിച്ചു പിടിച്ചതിന് ശേഷം ഇതുപോലെ ചുറ്റിയെടുക്കാം. ചുറ്റുന്നതിൻ്റെ ഇടഭാഗങ്ങളിലൊക്കെ പശ തേക്കാൻ മറക്കണ്ട, അല്ലെങ്കിൽ നമ്മൾ പകുതി ചുറ്റി കഴിയുമ്പോഴത്തേക്കും അത് അഴിഞ്ഞു പോകും. ഇങ്ങനെ ചുറ്റുന്നതൊക്കെ നമുക്ക് കുറച്ച് സ്പീഡിൽ പോവാം, അല്ലെങ്കിൽ ഇങ്ങനെ ചുറ്റി 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 വരുന്നത് കാണുമ്പോൾ നിങ്ങൾക്കും ഒരു മുഷിപ്പാവും. അതുകൊണ്ട് വേഗം 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 ചുറ്റിത്തീർത്ത് നമുക്ക് ഈ ചുറ്റൽ പരിപാടി അങ്ങോട്ട് അവസാനിപ്പിക്കാം. അതല്ലേ നല്ലത്? അങ്ങനെ അവസാനം ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടുക. ഇനി നമുക്ക് വേണ്ടത് ഈ കാണുന്ന ഹാഫ് ബീഡ്സുകളാണ്. ഈ കാണുന്ന ഹാഫ് ബീഡ്സുകൾ കയ്യിലില്ലെങ്കിലും നിങ്ങളെ കയ്യിലുള്ള സാധാ മുത്തുകളുണ്ടെങ്കിൽ ആ മുത്തുകൾ കയ്യിലുണ്ടെങ്കിൽ അത് മതി. ആ മുത്തുകളെ നമ്മളെ നൈലോൺ ത്രെഡിൽ വെച്ചിട്ട് സൂചി കൊണ്ട് തുന്നി അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും തുന്നി തുന്നി കൊടുത്താൽ മതി. എന്നാലും കാണാൻ നല്ല എലജൻറ്റ് ലുക്ക് തന്നെ ആയിരിക്കും. ഇതാവുമ്പോൾ കുറച്ചുകൂടെ പണി എളുപ്പമുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളിവിടെ ആ മുത്തുകളെ ഗമ്മ തേച്ചിട്ട് ഇതുപോലെ കുറച്ച് ഗ്യാപ്പ് വിട്ട് 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 ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കുക. അങ്ങനെ ഇതും കൂടെ കഴിഞ്ഞപ്പോൾ നമ്മുടെ ഹെയർ ബാൻഡിൻ്റെ ലുക്ക് കണ്ടോ? നല്ല അടിപൊളി ഒരു ഹെയർ ബാൻഡ് സെറ്റായിട്ടുണ്ട്. പിന്നെ ഈ ഒരു നെറ്റ് ഒട്ടിക്കുന്നതിനൊരു ഉപകാരം കൂടി ഉണ്ട്. എന്താണെന്നറിയോ? നനഞ്ഞ മുടിയിലോ എണ്ണമെഴുക്കുള്ള മുടിയിലൊക്കെ കുഞ്ഞുങ്ങൾ ഹെയർ ബാൻഡ് വെച്ച് പോകുമ്പോൾ വേഗം അതിൻ്റെ അടിഭാഗം കരിമ്പനടിച്ച് പോകില്ലേ? അങ്ങനെ കരിമ്പനും അടിക്കില്ല, കളറും പോവില്ല. അപ്പോൾ എങ്ങനെയാ? പരീക്ഷിച്ച് നോക്കല്ലേ. നെക്സ്റ്റ്, സ്ക്രബ്ബർ ബോ. അതെ, പേര് കേട്ട് ഞെട്ടാൻ വരട്ടെ. ഇതിപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഇതെന്താ സാധനം എന്ന്. അത് തന്നെ, നമ്മളെ പാത്രം കഴുകുന്ന സ്ക്രബ്ബർ. ഇത്രയും ഭംഗിയിലൊക്കെ ഇതുപോലത്തെ സ്ക്രബ്ബറൊക്കെ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ എങ്ങനെ ഇതൊക്കെ കൊണ്ട് പാത്രം കഴുകാൻ തോന്നുകയെന്ന്. അതുകൊണ്ടില്ലേ ഞാനിതൊന്നും ഒരെണ്ണം അങ്ങോട്ട് എടുത്ത്. ഇതുപോലത്തെ 4 ഉണ്ടായിരുന്നു. മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും പാത്രം കഴുകാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ബാക്കി 2 പാത്രം കഴുകാൻ എടുത്തേ. പിന്നെ ഇക്കൂട്ടത്തുനിന്ന് ഓറഞ്ച് ഞാൻ അങ്ങോട്ട് എടുത്ത്. കുഞ്ഞുങ്ങൾക്കാവുമ്പോൾ കുറച്ച് എടുത്ത് നിൽക്കുന്ന കളറാണല്ലോ രസം, അതുകൊണ്ടാണ് ഓറഞ്ച് ഞാൻ സെലക്ട് ചെയ്തത്. എന്നാലേ ഇനി നമുക്ക് പരിപാടിയിലേക്ക് കിടക്കാം. അതാവും നന്നാവുക ഇല്ലേ? ഈ സ്ക്രബ്ബറിനെ ആദ്യം നമുക്കൊന്ന് കുത്തിക്കീറണം. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേ ഒരാളുണ്ട്, അവരെ എടുത്ത് അങ്ങോട്ട് പുറത്തേക്ക് കളയണം. കണ്ടോ, നല്ല സ്പോഞ്ച് കുട്ടിയെ. ഇവൻ്റെ ഇങ്ങോട്ട് തുറന്നിട്ടേ ഇതിങ്ങോട്ട് തുറന്നിട്ട് ഈ സ്പോഞ്ച് കുട്ടീനെ എടുത്ത് പുറത്തേക്ക് കളഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ബോ ഉണ്ടാക്കണ മൂടങ്ങോട്ട് പോയി. പിന്നെ എനിക്ക് എന്താ ഉണ്ടാക്കാൻ തോന്നിയെന്നറിയോ? നമ്മൾ ഈ സ്വർണ്ണക്കടയിൽ നിന്നൊക്കെ സ്വർണം വാങ്ങുന്ന സമയത്ത് ഒരു പൗച്ച് കിട്ടലോ, ഇങ്ങനെ വലിക്കുമ്പോൾ അതിങ്ങനെ അടഞ്ഞ് ടൈറ്റായിട്ട് വരുന്ന ഒരു സഞ്ചി പോലുള്ള ഒരു പൗച്ച്, ആ സാധനം ഉണ്ടാക്കാനാണ് തോന്നിയത്. അത് കാണാൻ നല്ല ഭംഗിയാണല്ലോ, ഇതുപോലെ നല്ല തിളക്കമുണ്ട്. ഞാൻ പറഞ്ഞ പൗച്ച് നിങ്ങൾക്ക് മനസ്സിലായോ എന്തോ? എന്തായാലും ഈ സ്പോഞ്ച് എടുത്ത് മാറ്റിയിട്ട് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, നല്ല ഭംഗിയായിട്ടൊരു കുഞ്ഞി സഞ്ചി പോലെ ഇല്ലേ? അതുകൊണ്ടാണ് ആ ഒരു ഐഡിയ മനസ്സിൽ തോന്നിയതേ. എന്തായാലും നമ്മൾ ആദ്യം ബോ ഉണ്ടാക്കാനല്ലേ വിചാരിച്ചത്, അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ബോ തന്നെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് 2 സൈഡും കട്ട് ചെയ്ത് കളയണം. ആദ്യത്തെ സൈഡ് നമ്മൾ കട്ട് ചെയ്ത് പഞ്ഞിക്കുട്ടീനെ എടുത്ത് കളഞ്ഞു. ഇനി ഈ ഒരു സൈഡും കൂടെ കട്ട് ചെയ്ത് കളയാം. ഈ കട്ട് ചെയ്തെടുത്ത പീസ് കളയരുത്, നമുക്ക് ഇപ്പം തന്നെ അതും ആവശ്യമുണ്ട്. ഇങ്ങനെ 2 സൈഡും കട്ട് ചെയ്ത് കളഞ്ഞ ഈ ഒരു പീസിനെ നമുക്ക് ഇനിയൊരു ബോ ആക്കണം. അതിനായിട്ട് ബോ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നറിയാലോ? ഇതുപോലെ 2 സൈഡും ചുരുക്കി ചുരുക്കി കൊടുക്കുമ്പോൾ ഒരു ബോ ആയിട്ട് കിട്ടും. ഇതുപോലെ. ഇനിയാണ് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആ ഒരു പീസിൻ്റെ ആവശ്യം. ആ പീസ് ഇങ്ങോട്ട് എടുക്കുക. എന്നിട്ട്
ദാ ഇതുപോലെയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ആദ്യം നമ്മുടെ B7000 ഗമ്മ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ചുറ്റി കൊടുക്കുക. അവസാന ഭാഗം ഈ ബാക്കി വരുന്ന ഭാഗത്ത് നമ്മളെ ഗമ്മ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് കൂട്ടി അങ്ങ് ഒട്ടിക്കുക. ഇത്രയും ഒട്ടിച്ച് കഴിയുമ്പോൾ തന്നെ നല്ല ഭംഗിയുള്ളൊരു ബോ ആയിട്ട് കിട്ടും നമുക്ക്. ഇനി ഇതിൽ കുറച്ച് ഡെക്കറേഷൻ വർക്കും കൂടി ചെയ്യാനുണ്ട്. അതിനായിട്ട് നമ്മൾ ആദ്യം കാണിച്ചൊരു ഹാഫ് ബീഡ് ഉണ്ടല്ലോ, അതാണ് ഇവിടെയും എടുക്കുന്നത്. അത് ഒട്ടിക്കുന്ന ആ ഒരു വീഡിയോ ഉണ്ടല്ലോ, അതെൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി. അപ്പോൾ ഞാൻ ഈ ഒരു മുത്തുകൾ എങ്ങനെയാണ് ഒട്ടിക്കുന്നതെന്ന് കാണിച്ചു തരാം. ഈ ഒരു രീതിയിലാണ് ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. ഈ ഹാഫ് ബീഡുകളും കൂടെ ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ബോർഡ് ലുക്ക് തന്നെ അങ്ങോട്ട് മാറിയില്ലേ. നോക്കിയേ, നല്ല ഭംഗിയായില്ലേ. ഇപ്പോൾ ഇത് കാണുന്ന ആരെങ്കിലും പറയോ ഇതൊരു സ്ക്രബ്ബർ ആയിരുന്നു എന്ന്? ഇനി ഇതൊരു ക്ലിപ്പാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നിങ്ങളെ കയ്യിലുള്ള ചെറിയ സെൻറ്റർ ക്ലിപ്പോ അലിഗേറ്റർ ക്ലിപ്പോ ഏതായാലും മതി, അതൊരെണ്ണം എടുക്കുക. ഇവിടെ ഞാൻ ഏത് ക്ലിപ്പാണ് എടുത്തതെന്ന് കാണിച്ചു തരാം. ഇതൊരു പഴയ പൂമ്പാറ്റ ക്ലിപ്പാണ്. ഇതിൻ്റെ മുകൾ ഭാഗത്ത് കുറേ വർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം പൊളിഞ്ഞുപോയി. ഇതിലേക്കാണ് നമ്മൾ ഈ ഒരു ബോ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഈ ഒരു ഒട്ടിക്കൽ പരിപാടിയും കൂടെ കഴിഞ്ഞപ്പോൾ നമ്മുടെ സ്ക്രബ്ബർ ബോ ഇവിടെ തയ്യാറായിരിക്കുന്ന കൂട്ടുകാരെ. ഇനി ഇതുപോലെ ഭംഗിയുള്ള സ്ക്രബ്ബർ കിട്ടിയാൽ പരീക്ഷിച്ച് നോക്കാൻ മറക്കല്ലേ. അടുത്തൊരു ഐഡിയ ആണ് നട്ട്ഷെൽ ഹെയർ ടൈ. ഈ ഒരു പേര് മുൻപ് എവിടെയും നിങ്ങൾ കേൾക്കാൻ വഴിയില്ല. കാരണം എന്താണെന്നറിയോ, ഈ പേര് ഞാൻ തന്നെ ഇട്ടതാണേ. ഇനി ഈ കാണുന്നത് എന്താണെന്ന് പറഞ്ഞുതരാം. ഇതാണ് മക്കാഡമിയ നട്ട്സിൻ്റെ ഷെല്ല്. ഈ സാധനത്തിന് നല്ല കട്ടിയുള്ള തോടാ. നിങ്ങളിത് കഴിച്ചിട്ടുണ്ടോ? എന്തായാലും ഇനി നമുക്ക് പരിപാടിയിലേക്ക് കടക്കാം. ഈ ഒരു ഹെയർ ടൈ ഉണ്ടാക്കാനും അധികം മെറ്റീരിയൽസിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് ഇതിലേക്ക് എടുക്കുന്നതെന്ന് ആദ്യം തന്നെ കാണിച്ചു തരാം. ഈ കാണുന്നതിനെ ഫ്ലവർ സീക്വൻസ് എന്ന് പറയും. ഈ ഒരു സീക്വൻസിൻ്റെ വില എത്രയാണെന്ന് ചോദിച്ചാൽ ഞാൻ 15 രൂപയ്ക്കാണ് ഇത്രയും വാങ്ങിയിട്ടുള്ളത്. ഇനി എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് നല്ല പരിചയം ഉണ്ടാവും. ഇപ്പം ചെയ്തിട്ടുള്ള 2 എണ്ണത്തിലും ഈ ഒരു സാധനം നമ്മൾ ഉപയോഗിച്ചല്ലോ, ഹാഫ് ബീഡ്സേ. ഇവിടെയും ഈ ഒരു ഹാഫ് ബീഡ്സിൻ്റെ ആവശ്യമുണ്ട്. അടുത്തതായിട്ട് വേണ്ടത് നമ്മുടെ പശ B7000. അങ്ങനെ മെറ്റീരിയൽസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്കിനി പരിപാടി തുടങ്ങാനേ. ആദ്യം തന്നെ നമ്മുടെ ആ നട്ട്സിൻ്റെ ഷെല്ലുണ്ടല്ലോ, മക്കാഡമിയൻ്റെ ഷെല്ല് ആദ്യം എടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഗമ്മ തേച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ ആദ്യം കാണിച്ചിട്ടുള്ള ഫ്ലവർ സീക്വൻസ് ഉണ്ടല്ലോ, അതാണ് ഇനി ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇതുപോലെ ഈ ഫ്ലവറുകൾ ഒട്ടിക്കുമ്പോൾ ആ ഒരു ഷെല്ലിൻ്റെ പുറംഭാഗം കാണാത്ത രീതിയിൽ അടുപ്പിച്ച് ഒട്ടിച്ചു കൊടുക്കുക. ഇങ്ങനെ ആ ഒരു ഷെല്ലിൻ്റെ പുറംഭാഗം മുഴുവനായിട്ടും ഫില്ലാവുന്ന രീതിയിൽ ഒട്ടിച്ചു കൊടുക്കുക. ഈ ഒരു ഫ്ലവർ സീക്വൻസ് ശരിക്കും ഡ്രസ്സിൽ വർക്ക് ചെയ്യുന്നവർ ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് പെട്ടെന്നൊന്നും ഈ ഒരു സീക്വൻസിൻ്റെ കളർ പോവില്ല കേട്ടോ. ഇതിനു മുമ്പ് ഈ സീക്വൻസ് വെച്ചിട്ട് ഞാൻ കമ്മലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും നമ്മളിപ്പോൾ ആ നട്ട്ഷെല്ല് കാണാത്ത രീതിയിൽ മുഴുവനായിട്ടും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് കിട്ടുക. ഇനി നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള ഹാഫ് ബീഡുകളുണ്ടല്ലോ, അതിങ്ങോട്ട് എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഈ പൂക്കളുടെ നടുക്കായിട്ട് നമ്മൾ ഹാഫ് ബീഡുകൾ ഒട്ടിച്ചു കൊടുക്കുക. അതിനായിട്ട് ഏത് ഗമ്മാണ് എടുക്കുന്നതെന്ന് അറിയാലോ, നമ്മുടെ B7000 തന്നെ. പശ ഇങ്ങോട്ട് എടുക്കുക. എന്നിട്ട് ഇതുപോലത്തെ ഓരോ പൂക്കളുടെയും ഇടയ്ക്കായിട്ട് കുറച്ച് ഗമ്മ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ, നമ്മൾ എന്ത് സ്റ്റോൺ ഒട്ടിക്കുന്ന സമയത്തും ഒരു സ്റ്റോൺ സ്റ്റിക്കിംഗ് പെന്നോ അല്ലെങ്കിൽ ഇതുപോലെ സ്റ്റിക്ക് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ടൂൾ ഉപയോഗിച്ച് മാത്രം ഒട്ടിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഇതുപോലത്തെ കുഞ്ഞു ബീഡ്സുകളും സ്റ്റോണുകളൊക്കെ ഒട്ടിക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ള ടൂൾ എന്താണെന്ന് കണ്ടോ, ഇത് നമ്മുടെ B7000 ഗമ്മിൻ്റെ അടപ്പാണ് കേട്ടോ. ഇതുകൊണ്ട് കുഞ്ഞു സ്റ്റോണുകളൊക്കെ ഒട്ടിക്കാൻ നല്ല സുഖമാണ് കേട്ടോ. അങ്ങനെ ഹാഫ് ബീഡുകളും കൂടെ ഒട്ടിച്ചെടുത്തപ്പോൾ ഈ ഒരു ലുക്കിലാണ് കിട്ടിയിട്ടുള്ളത്. ഇനി എന്താണ് ചെയ്യുന്നതെന്ന് പറയുന്നതിന് മുമ്പ് നേരത്തെ ഞാൻ മെറ്റീരിയൽസ് കാണിച്ചതിൻ്റെ കൂട്ടത്തിൽ 2 ഐറ്റം പറയാൻ വിട്ടുപോയിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് കാണാം. ആദ്യത്തത് ഈ കാണുന്ന ഇലാസ്റ്റിക് കോഡാണ്. ഈ ഹെയർ ടൈ ഉണ്ടാക്കാനും അതുപോലെ ഇലാസ്റ്റിക്കിൻ്റെ ആവശ്യങ്ങൾക്കൊക്കെയാണ് ഇത് കൊണ്ടുപോകുന്നത്. 1 മീറ്ററിന് 6 രൂപ മാത്രമേ വിലയുള്ളൂ കേട്ടോ. രണ്ടാമത്തത് എന്താണെന്ന് പറയുന്നതിന് മുമ്പ് തന്നെ ഇതിങ്ങോട്ട് കെട്ടി വെക്കാം. ഇതുപോലെ കെട്ടി നല്ല ടൈറ്റാക്കി വെക്കുക. വെറുതെ ഒന്ന് കെട്ടുമ്പോൾ അത് പെട്ടെന്ന് അഴിഞ്ഞു പോകും. നല്ലോണം ഒന്നും വലിച്ച് മുറുക്കിയാൽ അത് ടൈറ്റായിട്ട് ഇരുന്നോളൂ കേട്ടോ. ഇനി വേണ്ട സാധനമാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് വാക്സ് സ്ട്രിപ്പാണ്. വാക്സ് സ്ട്രിപ്പ് എന്ന് വെച്ചാൽ ഒരു ടെക്സ്റ്റൈൽസിൽ നിന്ന് കിട്ടിയ കവറിൻ്റെ ഒരു കൈയാണ് കേട്ടോ. കൈയും കാലും ഒന്നും കളയണ്ട, എല്ലാം ഉപകാരപ്പെടുന്നു. എന്തായാലും നമ്മൾ നേരത്തെ കെട്ടിവെച്ച ആ ടൈ ഈ വാക്സ് സ്ട്രിപ്പിൻ്റെ മേളിൽ ഇതുപോലെ വെച്ച് അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഈ വാക്സ് സ്ട്രിപ്പ് പേപ്പറൊന്നും ഇതുപോലത്തെ പീസ് എടുത്താൽ ഒരു കുഴപ്പമില്ല. കാരണം ആ നട്ട്ഷെല്ല് ഇതിലേക്ക് ഒട്ടിച്ച് കഴിയുമ്പോൾ ഈ വാക്സ് സ്ട്രിപ്പ് പേപ്പറിൻ്റെ ഒട്ടും പുറത്തേക്ക് കാണില്ല. ഒട്ടിക്കുന്നത് ഇതുപോലെയാണ്. ഇങ്ങനെ വെച്ച് ഒട്ടിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് ആ വാക്സ് സ്ട്രിപ്പ് പേപ്പർ മൊത്തം അമർത്തി വെച്ച് കൊടുക്കണം. ഇങ്ങനെ ഒട്ടിക്കലും കൂടെ കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുള്ളൊരു മുടിക്കുടുക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ കണ്ട ഈ സാമഗ്രികളൊക്കെ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നതും വരെ ടാറ്റാ, ബൈ ബൈ.